പ്രിയമുള്ളവരെ, ഞാൻ ലളിത പരേഷ്. എൻ്റെ മാന്യ പ്രേക്ഷകർക്കെല്ലാം സ്നേഹത്തോടെ ഒരു സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങുകയാണ്. സൈലാസ് മാർണറിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് കൗമാരപ്രായത്തിൽ തെറ്റുപറ്റും എന്നത്. അത് എൻ്റെ കരുണാകരൻ സാറ് പഠിപ്പിച്ചു കൊണ്ടിരുന്ന ക്ലാസ്സാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇനി അതിൻ്റെ ബാക്കി ശരിക്കും അതിൻ്റെ മർമ്മപ്രധാനമായ ഒരു കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. എൻ്റെ കരുണാകരൻ സാറ് ക്ലാസ്സിൽ വന്നു, എല്ലാവർക്കും അറ്റൻഡൻസ് നൽകി. അപ്പോൾ ഈ അറ്റൻഡൻസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടായിരുന്നു. ഞാൻ കണ്ണൂരിലെ കാട്ടാമ്പള്ളി എന്ന സ്ഥലത്തു നിന്ന് വളരെ ദൂരം, കണ്ണൂരിലെ തോട്ടട എന്ന സ്ഥലത്താണ് കോളേജ്. അപ്പോൾ ഈ കാട്ടാമ്പള്ളി എന്ന സ്ഥലത്തു നിന്നും ആദ്യമായി കോളേജിൽ വന്ന ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ അധ്യാപകരെയും പ്രിൻസിപ്പാൾ എന്നെ പരിചയപ്പെടുത്തി തന്നിരുന്നു. കാരണം ആദ്യത്തെ ഫസ്റ്റ് അവർ ചിലപ്പോൾ താമസിച്ച് മാത്രം എത്താൻ കഴിയുന്നൊരു സാഹചര്യമായിരുന്നു. എനിക്ക് 2 ബസ്സൊക്കെ കയറി ഇറങ്ങി വരണം. അതുകൊണ്ട് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ഞാനൊരു സ്പെഷ്യൽ പെർമിഷൻ മേടിച്ചിരുന്നു. സത്യത്തിൽ ആ ഒരു പെർമിഷൻ അനുഭവിച്ചൊരു സുഖം, ആ ഒരു വാത്സല്യം, ഒരു പരിഗണന, ഇതെല്ലാം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. കാരണം എല്ലാ അധ്യാപകരും, ഫസ്റ്റ് അവറിൽ വരുന്ന എല്ലാ അധ്യാപകരും എത്ര താമസിച്ച് വന്നാലും എന്നെ ക്ലാസ്സിൽ കയറ്റിയിരുത്തും. എനിക്ക് ആ ക്ലാസ്സിലെ അറ്റൻഡൻസ് തരികയും ചെയ്യും. അതുകൊണ്ട് ക്ലാസ്സിലുള്ള എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്നോട് അതിൽ എന്തൊക്കെയോ ചെറിയ അസൂയ ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ അത് എന്നെ വല്ലാതെ അങ്ങ് കോളേജിലേക്ക് എപ്പോഴും പോകണം എന്ന് ആശിപ്പിക്കുന്നൊരു കാര്യം തന്നെയായിരുന്നു. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു കാലഘട്ടം വല്ലാതെ അങ്ങ് ഓർമ്മ വരാറുണ്ട്. അത് എനിക്ക് ഏറ്റവും ഒരു നല്ല മാനസികമായ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അന്നും ഈ പാഠം പഠിപ്പിക്കുന്ന സാർ ക്ലാസ്സിലെത്തി. ഞാൻ പക്ഷേ അധികമൊന്നും താമസിച്ചില്ല, നേരത്തെ ക്ലാസ്സിലിരുന്നു. സാറിന് എല്ലാ കുട്ടികളും കേൾക്കത്തക്കവണ്ണം തന്നെ ആ ഒരു കാര്യം പറയണം എന്നുണ്ടായിരുന്നു. കൗമാരപ്രായത്തിൻ്റെ ആ ഒരു വല്ലാത്ത ഭാവം എല്ലാ കുട്ടികളും അറിയണം, അതിലെ തെറ്റുകുറ്റങ്ങളും ശരിയും എല്ലാവരും അറിയണമെന്ന് നിർബന്ധമുള്ള സാറ് ഞാൻ വരുന്നവരെ കാത്തിരുന്നു. എന്നിട്ട് തന്നെയാണ് അന്ന് ക്ലാസ് തുടങ്ങിയത്. സാറ് തുടങ്ങി നല്ല ക്ലാസ്സാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സാറ് അറ്റൻഡൻസ് എടുത്തതിന് ശേഷം ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ സൈലാസ് മാർണർ മറിയം എന്ന കുട്ടിയുടെ കൗമാരപ്രായത്തിലേക്ക് ഒന്ന് തൊട്ടു നോക്കാനും ഇടപഴകാനും ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ നിങ്ങളോടെല്ലാം ഒരു കാര്യം പറയുകയാണ്. നമ്മളെല്ലാം അറിയുന്ന കാര്യമാണ്, ടു എർ ഈസ് ഹ്യൂമൺ ആൻഡ് ടു ഫോർഗിവ് ഈസ് ഡിവൈൻ. തെറ്റ് പറ്റുക എന്നത് എല്ലാവർക്കും മാനുഷികമായ ഒരു കാര്യങ്ങൾ തന്നെയാണ്. അതിന് ഒരു മാപ്പ് തരിക എന്നത് ദൈവികമായ കാര്യമാണ്. അത് പലപ്പോഴും നടക്കാറുണ്ട്. അറിയാതെ തെറ്റ് ചെയ്തു പോയാൽ, നമ്മളറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ, ഒരു പിഴവ് പറ്റിപ്പോയാൽ ദൈവം നമ്മോട് പൊറുക്കും എന്ന് നമുക്കെല്ലാം വിശ്വാസമുണ്ട്. അത് അനുഭവമായിരിക്കും. എന്നാൽ ആ തെറ്റ് നമ്മൾ മനഃപൂർവ്വം ഡെലിബറേറ്റായിട്ട് നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ഹൂ വിൽ ബി ദ ഫോർഗിവർ? ആലോചിച്ച് നോക്കൂ, നിങ്ങളെല്ലാം ആലോചിച്ച് നോക്കണം. ഒരു ഡെലിബറേറ്റായിട്ട്, ഒരു കരുതി കൂട്ടിയൊരു തെറ്റ്, ഒരു വല്ലാത്ത തെറ്റ് നമ്മൾ ആർക്കെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആരാണ് നമുക്ക് മാപ്പ് തരുന്നത്? ഒരിക്കലും അതിന് ഒരു മാപ്പ് ചോദിക്കാൻ പോലും നമ്മൾ അർഹരേ അല്ല എന്ന് മനസ്സിലാക്കണം. അതായത് ഗോഡ് ദ ക്രിയേറ്റർ ഈസ് ദ ഗിവർ ഓഫ് ഓൾ ബാഡ് ആൻഡ് ഗുഡ് തിങ്സ്. അല്ലേ? എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് തരുന്നത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സഹായമില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നിഷ്ഫലമാകും. ദൈവത്തിൻ്റെ ആ നല്ല ഒരു അനുഗ്രഹമില്ലെങ്കിൽ നമ്മൾ വെറും പാഴ്വസ്തുക്കളാകും. അപ്പോൾ നമ്മളെല്ലാവരും പറയും, എന്തെല്ലാം നമ്മൾ പ്രവർത്തിക്കുമ്പോഴും ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കണം, ദൈവം തന്നെയാണ് ദൈവത്തെ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യത്തിലും ആശ്രയിക്കേണ്ടതും അഭയമായി കരുതേണ്ടതും എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ തന്നെയാണ് എന്ന് എപ്പോഴും നമ്മൾ വിശ്വസിക്കുക. അങ്ങനെ സാറ് സൈലാസ് മാർണറിൻ്റെ കഥ പറയുന്നു. മറിയത്തിൻ്റെ വളർന്നു വരുന്ന ആ സ്ഥലങ്ങളിലേക്ക് ഒന്ന് തൊട്ടു നോക്കണമെന്ന് സൈലാസ് മാർണർക്ക് അതിയായ അഭിവാഞ്ച.
അത് നടത്തും എന്ന് തന്നെ. അതെന്നുവെച്ചാൽ ആ കൗമാരപ്രായത്തിൻ്റെ ആഗ്രഹം എനിക്ക് നടത്തി കിട്ടണം എന്നവൻ ആലോചിച്ച് തല പുകഞ്ഞ് ആലോചിച്ച് കുറേ ദിവസം ഇങ്ങനെ നടന്ന് കിട്ടിയപ്പോൾ അവന് കിട്ടിയത് തന്നെയാണ് ആ അനുഭവം. അപ്പോൾ അവൻ മനസ്സിൽ കരുതി കൂട്ടിയൊരു ദിവസം മറിയത്തിൻ്റെ മാറിടത്തിലേക്ക് നല്ലതുപോലെ അവളറിയാതെ സൂക്ഷിച്ച് അതിൻ്റെ വലിപ്പം കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ആ പാഠഭാഗത്തിൽ ഭംഗിയായി എഴുതി വച്ചിട്ടുണ്ട്. അതേ വലിപ്പത്തിൽ അവൻ 2 ബോളുകൾ സംഘടിപ്പിച്ചു. ഈ ബോളുകൾ എന്ന് പറഞ്ഞപ്പോൾ 2 ബോളുകൾ മറിയത്തിൻ്റെ സ്തനഭാഗങ്ങളിലേക്ക് തൊട്ടു നോക്കാൻ വേണ്ടി സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ്സിലെ ആൺകുട്ടികളെല്ലാം, സത്യം ആ ഒരു രംഗം എപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. എല്ലാവരും വായിൽ വിരലിട്ട് ഉച്ചത്തിൽ വിസിലടിച്ചു, കൈ കൊണ്ട് ഡെസ്കിലടിച്ചു, അമർത്തി ആർത്ത് ഉല്ലസിച്ച് ചടപട അങ്ങ് ബെഞ്ചിൽ കയറിയിരുന്ന് ചിരിക്കാൻ തുടങ്ങി. ചിരി എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിൽ കോലാഹലം. പെൺകുട്ടികൾ മാത്രം മൗനമായി തലയും താഴ്ത്തിയിരുന്നു. ബാക്കിയുള്ള എല്ലാ കുട്ടികളും ചാടി എഴുന്നേറ്റ് ഡെസ്കിൽ ചാടി അടിക്കാനും തുള്ളാനും ഡാൻസ് ആടാനും വായിൽ വിരലിട്ട് വിസിലടിക്കാനും തുടങ്ങി. ക്ലാസ്സിൽ ഭയങ്കരമായ കോലാഹലം. അടുത്ത ക്ലാസ്സിലെ കുട്ടികളും സാറന്മാരും ഓടി വന്ന് നോക്കിയപ്പോൾ കരുണാകരൻ സാറാണ്. അദ്ദേഹത്തിന് ഒരിക്കലും പിഴവ് പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഒരു തെറ്റും സംഭവിക്കത്തില്ല എന്ന് എല്ലാ കോളേജിലെ മൊത്തം കുട്ടികൾക്കും സാറന്മാർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വന്നവരെല്ലാം അതേ ചുവട് വെച്ച് തിരിച്ചങ്ങ് പോയി. തിരിച്ചു പോകുമ്പോൾ സാർ എല്ലാവരെയും നോക്കുന്നുണ്ടായിരുന്നു ഗൗരവത്തോടെ. എല്ലാ കുട്ടികളെയും സാറ് നോക്കി. എന്നിട്ടും ഈ ആൺകുട്ടികൾ ആ കോലാഹലം നിർത്തിയതേയില്ല. അവരെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ കൈയടിച്ചും ആർത്തുല്ലസിച്ചും ചിരിച്ചും ഒക്കെ ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കി. അപ്പോൾ ദൂരെയുള്ള പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ നിന്നും പ്രിൻസിപ്പാൾ വന്നു, വൈസ് പ്രിൻസിപ്പാൾ വന്നു. എല്ലാവരും വന്നു നോക്കിയപ്പോൾ നടക്കുന്ന ക്ലാസ് കരുണാകരൻ സാറിൻ്റേതാണ്. സാറിനെ കുറ്റം പറയാനോ എന്തിനാണ് കുട്ടികൾ ഒച്ച ഉണ്ടാക്കിയതോ എന്ന് ചോദിക്കാനോ ആർക്കും മനസ്സ് വന്നതേയില്ല. പ്രിൻസിപ്പാൾ എത്തി നോക്കിയപ്പോൾ കരുണാകരൻ സാറ് മൗനമായി നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനും മനസ്സിലായി കാണും എന്തോ ഗൗരവമുള്ളതോ വേണ്ടാത്തതോ വേണ്ടുന്നതോ ആയ കാര്യം പാഠപുസ്തകത്തിൽ ഉണ്ടായി കാണും. അതുകൊണ്ടാണ് ഇത്രയും ബഹളം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹവും തിരിച്ചുപോയി. അങ്ങനെ ഈ ബഹളം കുറച്ചു നേരം, ബഹളം എന്ന് പറഞ്ഞാൽ അതൊരു കോലാഹല ബഹളമായിരുന്നു. എല്ലാ ആൺകുട്ടികളും ആ ക്ലാസ്സിൽ നേതാക്കന്മാരായ കുട്ടികളായിരുന്നു. അതായത് എൻ്റെ ക്ലാസ്സിൽ ഭരതനുണ്ടായിരുന്നു, ജയകൃഷ്ണനുണ്ടായിരുന്നു, ജയകൃഷ്ണനുണ്ടായിരുന്നു, കൃഷ്ണനുണ്ടായിരുന്നു. അങ്ങനെ ഈ 6 ചോദ്യം ചോദിക്കുമ്പോഴും ഭരതൻ എന്ന് പറയുമ്പോൾ ഈ 4 പേരും എഴുന്നേൽക്കും. അങ്ങനെ അവർ വികൃതി കുട്ടികളായിരുന്നു, നല്ല സ്നേഹമുള്ള വികൃതി കുട്ടികളായിരുന്നു. ഇവർ 4 പേരും ആർത്തുല്ലസിച്ച് ഡെസ്കിലടിച്ച് ഡാൻസ് ആടി കളിക്കാൻ തുടങ്ങി. സാറ് കുറേ നേരം ഒന്നും മിണ്ടിയില്ല. ആ മിണ്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം എപ്പോഴും നമ്മുടെ കൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടില്ലേ, ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പുഞ്ചിരി മതി അല്ലേ? ഒരു പുഞ്ചിരിയിൽ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അതേ സമയത്തോ ചില പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഒരു മൗനം മതി. ഇത് രണ്ടും നമ്മുടെ കൃഷ്ണ ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പോൾ നമ്മുടെ കരുണാകരൻ സാറ്, എൻ്റെ കരുണാകരൻ സാറ് ഈ രണ്ടും പാലിച്ചു. പുഞ്ചിരിയും പാലിച്ചു, മൗനവും പാലിച്ചങ്ങനെ നിന്നപ്പോൾ കുട്ടികളെല്ലാം ശാന്തരായി, സമാധാനമായി. അങ്ങനെ എല്ലാവരും സ്ഥലത്തിരുന്നു. സാർ ഒന്നും മിണ്ടിയില്ല. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ സാറിന് മനസ്സിലായി ഇനി എൻ്റെ ആ ഒരു പുഞ്ചിരിയും ഒരു മൗനവും അവരിലേക്ക് കൊടുക്കേണ്ട തത്വങ്ങൾ കൊടുത്തു കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പാഠഭാഗം പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ പന്തും സൈലാസ് മാർണേഴ്സ് ഭദ്രമായി ഒരിടത്ത് സൂക്ഷിച്ചു. കാരണം അതിന് ഉചിതമായ ഒരു അവസരമുണ്ടാകണം. മറിയത്തെയും വിളിച്ച് ഈ പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കണം എന്നാണ് അവൻ തീരുമാനിച്ചത്. അപ്പോൾ മറിയയെ വിളിക്കണം, മറിയത്തിൻ്റെ അമ്മയോട് സമ്മതം ചോദിക്കണം, അല്ലാതെ ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. അങ്ങനെ അവൻ കുറച്ച് ദിവസം ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ
ഒരു ദിവസം വൈകുന്നേരം അവന് നല്ല ഒരു സമയം കിട്ടി. അവൻ റോഡിൽ നോക്കിയപ്പോൾ റോഡിലൂടെ കാളവണ്ടിയും കുതിരവണ്ടിയും ട്രാമും ട്രക്കും എല്ലാം പോകുന്നുണ്ട്. ആളുകൾ പ്രായമുള്ളവരും അല്ലാത്തവരും ചെറുപ്പക്കാരും എല്ലാം ആർത്തുല്ലസിച്ച് പോകുന്നുണ്ട്. ആ സൗന്ദര്യമായ നിമിഷത്തെ അവൻ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോൾ അവൻ വിചാരിച്ചു, വൈകുന്നേരം ഇന്ന് ചണം കൊണ്ട് വിൽക്കാൻ പോകണ്ട, പൈസയുണ്ട്, പൈസ കയ്യിലുള്ളവനാണ്, നാളെ രാവിലെ ചണം കൊണ്ടുപോവാം. ഇന്ന് എനിക്ക് മറിയത്തെയുമായി കളിക്കണം, മറിയത്തിൻ്റെ കൂടെ പന്തെറിഞ്ഞ് കളിക്കണമെന്ന് അവൻ മറിയത്തിൻ്റെ അടുത്ത് ചെന്നു. മറിയത്തോട് കാര്യം പറഞ്ഞു. മറിയം, ഇന്ന് ഞാൻ ചണം വിൽക്കാൻ പോകുന്നില്ല, കുറച്ച് നേരം നമുക്ക് കളിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ മറിയത്തിനും സൈലാസിൻ്റെ കൂടെ കളിക്കാൻ കൗമാരപ്രായമാണ്, ആഗ്രഹമുണ്ട്, എല്ലാ ഇഷ്ടവുമുണ്ട്. അവൾക്ക് സൈലാസിൻ്റെ കൂടെ തൊട്ട് തലോടി കളിക്കാൻ വളരെ ഇഷ്ടമാണ്. അവളുടെ ഉള്ളിലേക്ക് എന്തൊക്കെയോ നല്ല നല്ല ഒരു അനുഭവങ്ങൾ അവൻ കൊടുക്കുന്നുണ്ട് എന്ന് അവൾക്കും അറിയാമായിരുന്നു. അവളെ വിളിച്ചു, നമ്മൾക്ക് പന്ത് കളിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ മറിയം ചോദിച്ചു, പന്ത് എവിടെ? അവൻ 2 പന്തും കാണിച്ചിട്ട് പറഞ്ഞു, നമുക്ക് 2 പന്തും അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കാമെന്ന്. അപ്പോൾ കുട്ടിക്ക് തോന്നി, എറിഞ്ഞ് കളിക്കാം, നല്ലത് തന്നെ എന്ന് പറഞ്ഞ് അവർ കുറച്ച് വിശാലമായ സ്ഥലത്തേക്ക് പോയി. അപ്പുറത്ത് ഇപ്പുറത്ത് നല്ല പുല്ലും കാടും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം രണ്ടുപേരും ഈ പന്ത് മാറി എറിഞ്ഞെറിഞ്ഞ് കളിച്ച് കുറച്ചങ്ങ് മറിയം കുറച്ച് ക്ഷീണിതയായി എന്ന് തോന്നിയപ്പോൾ നമ്മുടെ സൈലാസ് ഒരു പന്ത് ദൂരത്തേക്ക്, മറിയത്തിന് എറിഞ്ഞു കൊടുക്കുന്നത് പോലെ എറിഞ്ഞ ആ പന്ത് ദൂരത്തേക്ക് അങ്ങിട്ടു, ഒരു കുറ്റിക്കാടിലേക്ക്. അത് ഉരുണ്ടങ്ങ് പോയി. അപ്പോൾ സൈലാസ് പറഞ്ഞു, എന്തിനാ വെറുതെ തിരക്കുന്നത്, നമുക്ക് എൻ്റെ കയ്യിൽ ഈ പന്തില്ലേ, ഇനി ഒരു പന്തെറിഞ്ഞ് കളിക്കാമെന്ന്. മറിയത്തിന് അവൻ്റെ ഉദ്ദേശം ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ നല്ല സ്നേഹമുള്ള ഒരു ചേട്ടൻ കുട്ടിയാണ്, അവൻ്റെ കൂടെ കളിക്കുന്നത് കൊണ്ട് സന്തോഷമാണ്, അതിലേക്കാളുപരി മനസ്സിന് ആഹ്ലാദവും കിട്ടുന്നുണ്ട് എന്ന് അവൾക്കറിയാം. അവളങ്ങനെ കളിച്ച് ആ ഒരു പന്ത് കൊണ്ട് കുറേ നേരം അവർ കളിച്ചങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ സൈലാസ് ഈ 2ാമത്തെ പന്തും അവളറിയാതെ ദൂരത്തേക്ക് എറിഞ്ഞ് മറിയത്തിൻ്റെ കാലിൽ ഒരു കുതികാല് വെച്ചു കൊടുത്തു. മറിയം മലർന്ന് വീഴത്തക്ക വിധത്തിൽ ഒരു കുതികാല് വെച്ചു കൊടുത്തു. ആ കുതികാല് വെച്ചപ്പോൾ മറിയം ഇങ്ങനെ പുറകോട്ടങ്ങ് മലർന്നു പോയപ്പോൾ അവൻ വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവളെ താങ്ങി ആ തറയിലേക്ക് വീഴുന്നത് പോലെ മലർത്തിയങ്ങ് കിടത്തിയപ്പോൾ മറിയത്തിന് എന്തൊക്കെയോ ഒരു സന്തോഷമോ എന്തൊക്കെയോ വല്ലാത്ത ഭാവങ്ങളോ തോന്നി. അവൾ അനങ്ങാതെ അവിടെ കിടന്നു. അങ്ങനെ സൈലാസ് അവൾ മലർന്ന് കിടന്ന് കണ്ടപ്പോൾ അവളുടെ മാരടം ഇങ്ങനെ പൊങ്ങി, ശ്വാസം ഇങ്ങനെ കളിച്ചതാണ്, നല്ലപോലെ ശ്വാസവും നിശ്വാസവും എടുക്കുന്നുണ്ട്, അതിൽ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവന് ആവേശം വല്ലാതങ്ങ് മുഴുത്തു. അവനും ആ ശരീരത്തിലേക്ക് കമഴ്ന്നങ്ങ് വീണു. എന്നിട്ട് മറിയത്തിൻ്റെ മുടിയിലേക്കെല്ലാം ഒന്ന് തലോടി. അപ്പോൾ മറിയത്തിന് പിന്നെ ഒന്നും ചെയ്യണമെന്നേ തോന്നിയില്ല. അവിടെ സ്വസ്ഥമായി സുഖമായി അങ്ങനെ കിടന്നു കൊടുത്തു. ഇത്രയും പറഞ്ഞപ്പോൾ നമ്മുടെ ആൺകുട്ടികൾ, എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ വീണ്ടും അടിപിടി, വല്ലാത്ത ബഹളം, എന്ത് പറയണ്ട. അവർ പാട്ടുപാടാനും ഉല്ലസിക്കാനും തുള്ളിച്ചാടാനും ക്ലാസ്സിലിങ്ങനെ ബെഞ്ചിലും ഡെസ്കിലും ഇട്ടടിക്കാനും തുടങ്ങി. സാർ ഒന്നും പറഞ്ഞില്ല. സാറിൻ്റെ ആ ഒരു നല്ല സ്വഭാവം ശരിക്കും കുട്ടികളിലേക്ക് എത്തിക്കേണ്ട കാര്യം, സാറും ചിരിച്ചും ഉല്ലസിച്ചും ആർത്തും കളിച്ചാൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുകയില്ല എന്ന് സാറിനറിയാം. സാറ് നല്ല സാറായിരുന്നു. സാറ് കുട്ടികളെ ഒന്നും പറഞ്ഞില്ല. സാറ് ചിരിച്ച് മൗനമായി കുറച്ച് നേരം നിന്നപ്പോൾ അന്നത്തെ പീരിയഡ് അങ്ങ് അവസാനിച്ചു. സാറിന് പിന്നെ ഒന്നും പറയണ്ടായിരുന്നു. കുട്ടികളെല്ലാം നിശബ്ദരായി, എല്ലാവരും അടങ്ങിയിരുന്നു. സാറ് ഗുഡ് ബൈ പറഞ്ഞു ക്ലാസ്സിൽ നിന്നും പോയി. ബാക്കി കാര്യം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. നന്ദി, നമസ്കാരം.